നമസ്കാരം. നമ്മുടെ അതിർത്തികൾക്ക് കാവൽ നിൽക്കുന്ന തോക്കുകൾക്ക് പ്രണയത്തെ തിരിച്ചറിയാൻ കഴിയുമോ? സോഷ്യൽ മീഡിയയിലെ ചാറ്റിങ്ങുകൾക്കിടയിൽ മുട്ടിട്ട ഒരു പ്രണയത്തിന് വേണ്ടി നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് പ്രവേശിച്ച പാക് അധീന കാശ്മീർ യുവാവിന്റെ വാർത്ത ഇന്ന് ചർച്ചയാകുമ്പോൾ ഉയരുന്നത് പലവിധ സംശയങ്ങളാണ്. ഇത് വെറും ഒരു പ്രണയകഥയാണോ, അതോ ഭാരതത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന അതീവ ഗൗരവകരമായ വിഷയമോ? ഇപ്പോൾ ഉയരുന്നത് ഈ ചോദ്യമാണ്. സ്നാപ്ചാറ്റ് പ്രണയത്തിന്റെ മറവിൽ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ തീവ്രവാദികൾ ആസൂത്രണം ചെയ്യുന്ന പുതിയ തരം സൂക്ഷ്മ തന്ത്രങ്ങൾ വെളിച്ചത്ത് വരികയാണ്. കഴിഞ്ഞ മെയ് 31-ന് ഉറി സെക്ടറിൽ വെച്ചാണ് നിഷാൻ മീർ എന്ന യുവാവിനെ സൈന്യം പിടികൂടിയത്. സംഭവം കേവലം ഒരു വൈകാരികമായ നുഴഞ്ഞുകയറ്റമായി കാണാൻ കഴിയില്ല. സൈനിക ഏജൻസികൾ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലുകൾക്കു ശേഷം ജൂലൈ 4-ന് അവനെ പാകിസ്ഥാനിലേക്ക് തിരികെ അയച്ചപ്പോൾ അതിനു പിന്നിൽ സുരക്ഷാ ഏജൻസികളുടെ വർഷങ്ങളായുള്ള ജാഗ്രതയും അനുഭവജ്ഞാനവും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വരുന്നത് തൻ്റെ പ്രണയിനിയെ കാണാനാണ്, നമ്മുടെ മണ്ണിൽ ജീവിക്കാനാണ്. എന്നാൽ ആ യുവാവിൻ്റെ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിൻ വാഷിംഗ് എത്രത്തോളം ഉണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഭീകരവാദികൾ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയിരിക്കുന്നു. തോക്കുകൾക്കും ബോംബുകൾക്കും അപ്പുറം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വൈകാരികമായ വലവിരിക്കലാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത്. പാക് അധീന കാശ്മീരിലെ യുവാക്കളെ ആകർഷിച്ച് അവരിലൂടെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ പ്രേരിപ്പിക്കുക, ഒരു യുവതിയുടെ പേരിൽ അതിർത്തി കടന്ന് കീഴടങ്ങുക, നിയമപരമായ ശിക്ഷ അനുഭവിച്ച് ഇന്ത്യയിൽ തന്നെ തങ്ങുക, ഇതാണ് അവരുടെ ബുദ്ധി. ഇതൊരു സാധാരണ യുവാവിൻ്റെ ബുദ്ധിയല്ല, ഇതൊരു കൃത്യമായ ആസൂത്രണമാണ്. ഇങ്ങനെ നിയമപരമായി ഇന്ത്യയിൽ പ്രവേശിക്കുന്നവർക്ക് പിന്നീട് വർഷങ്ങളോളം കേസുകളിലും കോടതി നടപടികളിലും കുടുങ്ങി ഇവിടെ തങ്ങാൻ സാധിക്കും. അപ്പോഴേക്കും അവർക്ക് ഭാരത മണ്ണിൽ ഒളിത്താവളങ്ങൾ ഒരുക്കാനും തീവ്രവാദ ശൃംഖലകൾക്ക് വിവരങ്ങൾ കൈമാറാനും സാധിക്കും. ഇതൊരു പുതിയ സ്ലീപ്പർ സെൽ മോഡലായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാന ഗൂഢാലോചന വിഭജനകാലത്തെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ വേദനാജനകമായ വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തവർ ഉപേക്ഷിച്ചു പോയ സ്വത്തുക്കൾ എനിമി പ്രോപ്പർട്ടി അഥവാ ശത്രുക്കളുടെ സ്വത്തായി ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഭൂമിയും കെട്ടിടങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ കർശനമായ നിയന്ത്രണത്തിലുമാണ്. ഇവിടെയാണ് ഭീകരരുടെ ആ കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ സ്വത്തുക്കൾക്ക് മേൽ വ്യാജ അവകാശങ്ങൾ ഉന്നയിക്കുക, തങ്ങൾ ആ പഴയ ഉടമകളുടെ പിന്മുറക്കാരാണെന്ന് അവകാശപ്പെട്ട് കോടതിയിൽ പോവുക. എന്നാൽ ഈ നീക്കം വെറും ഒരു ഭൂമി തർക്കമല്ല. ഈ കേസുകൾ കോടതിയിലെത്തുമ്പോൾ വിധി വരാൻ വർഷങ്ങളെടുക്കും. ആ വർഷങ്ങൾ അത്രയും പ്രതിസ്ഥാനത്തുള്ളവർക്ക് ഇന്ത്യയിൽ നിയമപരമായി തങ്ങാൻ അനുമതി ലഭിക്കും. ഈ സമയം അവർ എവിടെയായിരിക്കും? പോലീസിൻ്റെയോ സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് അവർ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ തക്കം പാർത്തിരിക്കും. ഭാരതത്തിൽ ഒരു സുരക്ഷിത താവളം ഒരുക്കാൻ തീവ്രവാദികൾ കണ്ടുപിടിച്ച ഏറ്റവും പുതിയ മാർഗമാണിത്. നിഷാൻ മീറിൻ്റെ സംഭവത്തിൽ ഈ സാധ്യതയെ പൂർണ്ണമായും തള്ളിക്കളയാൻ സൈന്യത്തിനോ ഏജൻസികൾക്കോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവനെ തിരിച്ചയക്കുന്നതിന് മുൻപ് ഇത്രയും നീണ്ട കാലയളവ് ചോദ്യം ചെയ്യലിനായി മാറ്റിവെച്ചത്. ഓരോ സംശയവും തീർക്കാനും ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കാനുമായിരുന്നു ഈ നടപടി. ഭാരതത്തിൻ്റെ സൈന്യത്തെയും സുരക്ഷാ ഏജൻസികളെയും ആർക്കും വില കുറച്ച് കാണാൻ കഴിയില്ല. ഒരു യുവാവ് പ്രണയത്തിൻ്റെ പേരിലെത്തുമ്പോൾ അത് മാനുഷികമായി കാണാൻ അവർക്കറിയാം. എന്നാൽ അതിനു പിന്നിൽ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുണ്ടെങ്കിൽ അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല. നിഷാൻ മീറിൻ്റെ കാര്യത്തിലും ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷയും മുൻനിർത്തിയാണ് അധികൃതർ പ്രവർത്തിച്ചത്. വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ഈ സംഭവത്തിന് പിന്നിൽ മറ്റ് ബാഹ്യ ഇടപെടലുകളോ ചാരപ്രവർത്തനങ്ങളോ ഉണ്ടോ എന്ന് അവർ അരിച്ചുപെറുക്കി പരിശോധിച്ചു. ഇത്തരം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ചെറുക്കാൻ നമ്മുടെ സൈന്യം എപ്പോഴും തയ്യാറാണ്. ഏതെങ്കിലും ഒരു പ്രണയകഥയുടെ മറവിൽ ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് കാലുകുത്താമെന്ന് ആരും കരുതേണ്ട. ഓരോ നുഴഞ്ഞുകയറ്റ ശ്രമത്തെയും അത് എത്ര ചെറിയതാണെങ്കിൽ പോലും അതീവ ഗൗരവത്തോടെയാണ് ഭാരതം കാണുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലെ സൗഹൃദങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അതിനപ്പുറം എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാനും നമുക്ക് കഴിയണം. പ്രണയം എന്നത് ഒരു വിശുദ്ധമായ വികാരമാണ്. എന്നാൽ അത് ദുരുപയോഗം ചെയ്ത് അതിർത്തികൾ ഭേദിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഭാരതത്തിൻ്റെ മണ്ണിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഓരോ നീക്കത്തിനും പിന്നിൽ തീവ്രവാദികളുടെ പുതിയ പദ്ധതികളുണ്ടോ എന്നും പരിശോധിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രണയമെന്ന അതിമനോഹരമായ വികാരത്തെ ഭീകരവാദത്തിൻ്റെ വിപത്ത് പരത്താൻ ആയുധമാക്കുന്ന രീതിയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നാപ്ചാറ്റിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ആരംഭിച്ച് അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിൽ അവസാനിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കേവലം വ്യക്തിപരമായ തീരുമാനങ്ങളായി തള്ളിക്കളയാൻ കഴിയില്ല. ഇതിന് പിന്നിൽ ആസൂത്രണം ചെയ്യുന്നവരുടെ ലക്ഷ്യം വളരെയധികം വ്യക്തമാണ്. പ്രണയിനിയെ എന്ന വ്യാജേന ഒരാളെ അതിർത്തി കടത്തിവിടുകയും തുടർന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ തന്നെ ഉപയോഗപ്പെടുത്തി ഇവിടെ വേരുറപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. ഇത്തരത്തിൽ എത്തുന്നവർക്ക് പെട്ടെന്ന് അട്ടിമറി നടത്താൻ കഴിയണമെന്നില്ല. പക്ഷേ അവർക്ക് ഇവിടെ സുരക്ഷിതമായി തങ്ങാൻ കഴിയുക എന്നത് തന്നെ ഒരു വലിയ സുരക്ഷാ വെല്ലുവിളിയാണ്.
ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ചൊളിച്ചിരിക്കാനും തദ്ദേശീയരായ ആളുകളുമായി ഇടപഴകി വിവരങ്ങൾ ശേഖരിക്കാനും ആഭ്യന്തര സുസ്ഥിരതയെ തകർക്കാനും ഇത്തരം ലവ് ജിഹാദ് പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായി സംശയമുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഭീകരവാദികൾ തങ്ങളുടെ പ്രവർത്തന രീതികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ടുള്ള ആക്രമണങ്ങൾ അസാധ്യമാകുമ്പോൾ സമൂഹത്തിനുള്ളിൽ തന്നെയുള്ള വൈകാരികമായ വിള്ളലുകളെ മുതലെടുത്ത് അസ്ഥിരത സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഈ യുവാവിന്റെ കാര്യത്തിൽ അവൻ ലക്ഷ്യമിട്ടത് നിയമപരമായ തടവുകാലവും അതിനുശേഷമുള്ള സ്ഥിര താമസവുമാണ്. ഈ കാലയളവിൽ ഇവർക്ക് ഇന്ത്യൻ മണ്ണിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സ്വതന്ത്രമായ സഞ്ചാര സ്വാതന്ത്ര്യവും ഭീകരവാദ ശൃംഖലകൾക്ക് വലിയ സഹായവുമാണ്. സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തുന്ന നീണ്ട ചോദ്യം ചെയ്യലുകൾ വെറുതെയാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇത്തരം വ്യക്തികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തികൾ ആരാണെന്നും അവരെ ആരെങ്കിലും വഴി നടത്തുന്നുണ്ടോ എന്നും തിരിച്ചറിയാൻ ഈ സമയം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സൈന്യം ഇവരെ അത്ര പെട്ടെന്ന് വിട്ടു നൽകാതെ സകലമാന വശങ്ങളും പരിശോധിക്കുന്നത്. പ്രണയമെന്നത് ഒരു മറ മാത്രമാണെന്നും അതിനുള്ളിൽ ഭാരതത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗൂഢമായ അജണ്ടകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിന്റെ അതിരുകൾ ഭേദിക്കാൻ വരുന്ന ഓരോ അന്യനും, അത് പ്രണയിക്കുന്നവനായാലും ശരി, അത്യാവശ്യമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയനാകേണ്ടതുണ്ട്. ഈ സംഭവത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം വിഭജനകാലത്തെ സ്വത്തുക്കളും അവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമാണ്. വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തവർ ഉപേക്ഷിച്ച ഈ സ്വത്തുക്കൾക്ക് മുകളിൽ അവകാശവാദം ഉന്നയിക്കാൻ വരുന്ന ഓരോ നീക്കവും ഭാരതത്തിന്റെ ഭൂപ്രകൃതിയെയും സുരക്ഷയും ബാധിക്കുന്നതാണ്. ഒരു പാക് പൗരൻ ഇന്ത്യയിലേക്ക് വന്ന് താൻ പഴയ ഉടമയുടെ പിന്മുറക്കാരനാണെന്നും അതിനാൽ ഈ സ്വത്തുക്കൾ തനിക്ക് അവകാശപ്പെട്ടതാണെന്നും വാദിച്ചാൽ അത് കോടതിയിൽ വലിയൊരു നിയമയുദ്ധത്തിന് വഴിവെക്കും. ഇത്തരത്തിലുള്ള നിയമ നടപടികൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ആ കാലയളവിൽ വിദേശ പൗരന്മാർക്ക് ഇന്ത്യയിൽ നിയമപരമായ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. ഇതൊരു വലിയ സുരക്ഷാ പഴുതാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന സമയം അവർ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് വളരെയധികം പ്രധാനമാണ്. ഇന്ത്യയിലെ കോടതികൾ, നിയമവ്യവസ്ഥ എന്നിവയെ ഉപയോഗപ്പെടുത്തി രാജ്യത്തിനകത്തൊരു സുരക്ഷിത താവളം നിർമ്മിച്ചെടുക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഇതിലും നല്ലൊരു വഴിയുണ്ടോ? പോലീസിന്റെയോ സുരക്ഷാ ഏജൻസികളുടെയോ കണ്ണിൽപ്പെടാതെ ഒരു പരാതിക്കാരന്റെയോ കേസിലെ കക്ഷികളുടെയോ വേഷത്തിൽ അവർക്കിവിടെ നിർഭയം വിഹരിക്കാം. നിയമത്തിന്റെ സംരക്ഷണം അവർക്ക് പാറാവായി ലഭിക്കുകയും ചെയ്യും. ഇത് വളരെയധികം വിചിത്രവും അപകടകരവുമായ കാര്യമാണ്. അതിർത്തി കടന്നു വരുന്ന യുവാവ് താൻ വരുന്നത് പൂർവികരുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കാനാണെന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കമായ വാദമായി കാണാൻ കഴിയില്ല. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തതാണ്. ഭാരതത്തിന്റെ നിയമങ്ങളെയും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെയും ആയുധമാക്കി നമ്മളെ തന്നെ തകർക്കാനുള്ള ശത്രുക്കളുടെ ഈ കുതന്ത്രം തിരിച്ചറിയാൻ ഇനിയും വൈകരുത്. കോടതികളിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ അത് കേവലം ഒരു ഭൂമി തർക്കമായി കാണാതെ അതിനു പിന്നിലുള്ള ദേശീയ സുരക്ഷാ ഭീഷണികളെ പരിശോധിക്കാൻ സംവിധാനങ്ങൾ അനിവാര്യമാണ്. ഇത്തരത്തിൽ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരെ കർശനമായി നേരിടേണ്ടതുണ്ട്. നിയമം കയ്യിലെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ വരുന്നവരെ ആരെയും വെറുതെ വിടാൻ പാടില്ല. ഓരോ ഭൂമി തർക്കവും രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്ന തിരിച്ചറിവ് ഭരണകൂടത്തിനും ജനങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഈ സംഭവത്തിൽ സൈന്യം സ്വീകരിച്ച കർശനമായ നിലപാടുകളെ നാം പിന്തുണയ്ക്കേണ്ടതുണ്ട്. അതിർത്തി കടന്നു വരുന്ന യുവാവിനെ ഒരു പ്രണയിനിക്കായി വരുന്നതായി മാത്രം കാണാതെ അവനിലുള്ള സുരക്ഷാ ഭീഷണികൾ പരിശോധിച്ച് തിരിച്ചയച്ചത് തികച്ചും അഭിനന്ദാർഹമാണ്. നമ്മുടെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന സൈനികരും സുരക്ഷാ ഏജൻസികളും ഒരു വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്. പ്രണയത്തിന്റെയും സഹതാപത്തിന്റെയും പേരിൽ ആർക്കും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഏത് സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഭീകരവാദികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന സംശയത്തോടെ മാത്രമേ നുഴഞ്ഞുകയറ്റങ്ങളെ കാണുകയുള്ളൂ. പ്രണയത്തിന്റെ പേരിൽ എത്തുന്നവരിൽ എത്ര പേർ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നവരാണെന്നും എത്ര പേർ ചാരപ്രവർത്തനത്തിനായിട്ട് വരുന്നതാണെന്നും വേർതിരിച്ചറിയുക വളരെയധികം പ്രയാസകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അരിച്ചുപെറുക്കി പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിക്കുന്നവരെ പിടികൂടുമ്പോൾ അവർക്ക് പിന്നിലുള്ള എല്ലാ കണ്ണികളെയും കണ്ടെത്താൻ നമ്മുടെ ഏജൻസികൾക്ക് കഴിയണം. ഭാവിയിൽ ഇത്തരം ശ്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴി ഇത്തരം കെണികളിൽ വീഴുന്ന നമ്മുടെ യുവത്വത്തെയും ജാഗ്രതപ്പെടുത്തേണ്ടതുണ്ട്. പ്രണയം എന്നത് ഒരു സ്വകാര്യ കാര്യമാണ്. എന്നാൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ മാറുമ്പോൾ നാം കൂടുതൽ ശ്രദ്ധാലുക്കളാകണം. ഭാരതം ഒരിക്കലും ഭീകരവാദത്തോട് സന്ധി ചെയ്യുന്നില്ല. നമ്മുടെ സൈന്യത്തിന്റെ ദൃഢനിശ്ചയവും അർപ്പണബോധവുമാണ് നമ്മുടെ രാജ്യം ഇന്നും സുരക്ഷിതമായി തുടരാൻ കാരണം. അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പ്രണയത്തിൻ്റെയോ നിയമത്തിൻ്റെയോ പേരിൽ എന്ത് നാടകം കളിച്ചാലും ഭാരതത്തിൻ്റെ സുരക്ഷാ വലയം ഭേദിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളെ തുറന്നു കാട്ടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. രാജ്യത്തിൻ്റെ സുരക്ഷ എന്നത് സൈനികരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് നമ്മൾ ഓരോ ഭാരതീയൻ്റെയും കടമ കൂടിയാണ്. ജാഗ്രതയാണ് നമ്മുടെ കവചം. ആ ജാഗ്രത കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും നേരെ ഉയരുന്ന ഓരോ ചെറിയ ഭീഷണിയെ നാം ഒരുമിച്ച് നേരിടേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് സുരക്ഷിതമായ ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ.
സൈന്യവും സുരക്ഷാ ഏജൻസികളും ജാഗ്രതയിലാണ്. അവരുടെ കണ്ണ് വെട്ടിച്ച് ഭാരതത്തിലേക്ക് ഒരു ഭീകരനും പ്രവേശിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ അവർ പ്രതിജ്ഞാബദ്ധരുമാണ്. ഇത്തരം ശ്രമങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ അതിർത്തികളിൽ കർശനമായ സുരക്ഷയും ഡിജിറ്റൽ ലോകത്ത് ജാഗ്രതയും അനിവാര്യമാണ്. പ്രണയത്തിന്റെ പേരിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ഭാരതം എന്നും ഒരു ഉരുക്കുകോട്ടയായി നിലനിൽക്കും. ഈ സംഭവം ഒരു മുന്നറിയിപ്പാണ്. നുഴഞ്ഞുകയറ്റക്കാർക്ക് പ്രണയത്തിന്റെയോ ഭൂമിയുടെയോ നിയമത്തിന്റെയോ പേരിൽ ഭാരതത്തിൽ ഒരു സുരക്ഷിത താവളം ലഭിക്കില്ല. ഭാരതത്തിന്റെ ഓരോ ഇഞ്ച് മണ്ണും നമ്മുടെ സൈന്യം കാത്തു സൂക്ഷിക്കും. ഈ ജാഗ്രതയാണ് നമ്മുടെ കരുത്ത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രണയത്തിന്റെ മറവിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ എങ്ങനെ നേരിടണം? ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.